യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, നല്ലൊരു ദിവസം അച്ഛൻ ആശംസിക്കുന്നു. ആശംസിക്കുക മാത്രമല്ല, അങ്ങനെ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ സമയം രാവിലെ 5 മണിയാണ്. അപ്പോൾ ഇന്നത്തെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദിവസം നല്ലതാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. കൂടാതെ ഈ വാഗ്ദത്ത വചനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരെയും അച്ഛൻ ഓർക്കാം കേട്ടോ. കുർബാനയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. എന്തെന്നാൽ വലിയ സംരക്ഷണം ആവശ്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ദൈവം നമുക്ക് പ്രത്യേകിച്ച് സംരക്ഷണം തരണം, നമ്മളെ കാത്തുകൊള്ളണം. ആ തരത്തിൽ ഒരു ലോകത്തിൻ്റെ അവസ്ഥയാണ്. ആ ലോകത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് സങ്കീർത്തനായ ദാവീദ് പറയുന്നതാണ്. സങ്കീർത്തനം 12, 1 മുതൽ 4 വരെ വാക്യം. ആ വചനം നമുക്കൊന്ന് കേൾക്കാം. ദാവീദിൻ്റെ പ്രാർത്ഥന എങ്ങനെയാണ്? കർത്താവേ, സഹായിക്കണമേ, ദൈവഭക്തർ ഇല്ലാതായിരിക്കുന്നു, മനുഷ്യമക്കളിൽ വിശ്വസ്തരും ഇല്ലാതായി. അപ്പോൾ പ്രിയമുള്ളവരെ, ഒന്ന് ശ്രദ്ധിച്ച്, സങ്കീർത്തനം 12, 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ പറയുന്നു. ഒരു പ്രാർത്ഥനയാണ് ദാവീദിൻ്റെ. ഈ ലോകത്തിൻ്റെ അവസ്ഥയെ കണ്ടുകൊണ്ട് ദാവീദ് ദൈവത്തോട് സഹായം ആവശ്യപ്പെടുക. കർത്താവെ, സഹായിക്കണമേ. എന്നിട്ട് പറയാണ്, ദൈവഭക്തർ ഇല്ലാതായിരിക്കുന്നു. അതുമാത്രമല്ല, മനുഷ്യമക്കളിൽ വിശ്വസ്തരും ഇല്ലാതായിരിക്കുന്നു. എന്നിട്ട് ഈ കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യമായ വചനമാണ്. ദാവീദ് എന്താ പറയുന്നത്? ഓരോരുത്തരും അയൽക്കാരോട് അസത്യം പറയുന്നു. അപ്പോൾ ഓരോരുത്തരോടും പരസ്പരം അസത്യം പറയുക. വീണ്ടും അവരുടെ അധരങ്ങളിൽ മുഖസ്തുതിയും ഹൃദയത്തിൽ കാപട്യവുമാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥയാണ്. അച്ഛനോടെ ആ വചനം പറയാം. ഓരോരുത്തരും അയൽക്കാരോട് അസത്യം പറയുക. എന്തുകൊണ്ടാ? ദാവീദ് പറഞ്ഞെങ്ങനെയാ? കർത്താവ് സഹായിക്കണം. കാര്യം ഇതാ, ദൈവഭക്തി ഇല്ലാതായിരിക്കുന്നു, മനുഷ്യരിൽ വിശ്വസ്തരും ഇല്ലാതായി. കൂടാത്തതിന് ഓരോരുത്തരും എല്ലാവരോടും, പ്രത്യേകിച്ച് അയൽക്കാർ, അസത്യം പറയുന്നു. അവരുടെ അധരങ്ങളിൽ മുഖസ്തുതിയാ, ഹൃദയത്തിൽ കാപട്യവും. അധരങ്ങളിൽ മുഖസ്തുതിയും ഹൃദയങ്ങളിൽ കാപട്യവും. അതുകൊണ്ട് ദാവീദ് പറയാണ്, എന്ത് പറയുന്നു? അവർ നാവ് കൊണ്ടാണ് ജയിക്കുന്നത്, അധരങ്ങൾ നുണയുണ്ട്. അപ്പം അങ്ങനെ അവസ്ഥയിൽ ആരുണ്ട് ഞങ്ങളെ നിയന്ത്രിക്കാൻ എന്ന് അവർ പറയുന്നു. എല്ലാ തിന്മകളും ഈ കാലത്തിൻ്റെ വളരെ യോജിച്ചെന്ന എല്ലാ തരത്തിലും അവർ തിന്മ പറയുന്നു. അവർ അഹങ്കാരത്തോടെ പറയാണ്, ആരുണ്ട് ഞങ്ങളെ നിയന്ത്രിക്കാൻ? ഞങ്ങൾ കള്ളം പറയും, ഭോഷ്ട് പറയും, അഹങ്കാരം പറയും, തിന്മ നിരൂപിക്കും. ഈ തിന്മയുടെ ലോകത്തു നിന്നും ഞങ്ങൾ ആരും നിയന്ത്രിക്കാൻ ഇല്ല എന്ന്. ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ ഇഷ്ടമായി ജീവിക്കുന്നു. ആ സമയത്ത് ദാവീദിൻ്റെ ഒരു പ്രാർത്ഥനയാണ്, കർത്താവെ രക്ഷിക്കണം, വിജയം നൽകണം. മറക്കരുത്, ഓരോ പ്രഭാതത്തിലും നമ്മൾ ഈ തരത്തിൽ ലോകത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെന്ന ചിന്ത വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ദൈവമായ കർത്താവ്, ആ കർത്താവ് രക്ഷിക്കണം. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് പറയുന്നത്, ഇങ്ങനെ തിന്മ നിറഞ്ഞ ലോകത്ത് ഞങ്ങളായിരിക്കുമ്പോൾ നീ ഞങ്ങളെ രക്ഷിക്കണം, നീ ഞങ്ങൾക്ക് വിജയം നൽകണം. എങ്കിൽ പ്രിയമുള്ളവരെ, പ്രഭാതത്തും നമ്മുടെ പ്രാർത്ഥനയാണ്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഈ ലോകം അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ഓടിയൊളിക്കാനും പറ്റത്തില്ല. അപ്പം എൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ദൈവനാമത്തിൽ എനിക്ക് വിജയം നൽകണം, എനിക്ക് സംരക്ഷണം തരണം. പ്രിയമുള്ളവരെ, നമ്മുടേതായ ഈ അവസ്ഥ ദൈവത്തിനറിയാം. ദൈവസന്നിധി സമർപ്പിക്കട്ടെ. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. എങ്കിൽ പ്രിയമുള്ളവരെ, ഇതാ വാഗ്ദത്ത കൂടാരം. ഈ വാഗ്ദത്ത കൂടാരത്തേക്ക് നമ്മുടെ നിയോഗം സമർപ്പിക്കാം. ധൈര്യം കിട്ടാൻ, ശക്തി കിട്ടാൻ, ലോകമെല്ലാം തിന്മയോടെ കടന്നു പോകുമ്പോൾ, തിന്മ നിരൂപിക്കുമ്പോൾ, തിന്മ പറയുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് വിജയം നൽകണം, സംരക്ഷണം നൽകണം.
ആവശ്യങ്ങൾ സമർപ്പിച്ചോളൂ, നിയമങ്ങൾ സമർപ്പിച്ചോളൂ. ഇത് വാഗ്ദത്ത പേടകത്തിലേക്ക് ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൽത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു, ലോകത്തിൻ്റെ വക്രതയിൽപ്പെട്ട് ജീവിക്കാതെ നീ തന്ന രക്ഷയും അനുഗ്രഹം സ്വീകരിച്ചുകൊണ്ട് കർത്താവേ, ഈ ദിവസം ജീവിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അച്ഛനീശ്വരാശ്വാസം തരാം. നമ്മുടെ കർത്താവായ ശമിശാ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.